ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി പഞ്ചമി വ്ളോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഇവിടെ മഴയുടെ ആ ഒരു ഉദിക്കും ബുദ്ധിമുട്ടിക്കും തീർന്നു കേട്ടോ. മഴയ്ക്കും പോയി നല്ല വെയിലായി, പക്ഷെ ചെറിയൊരു തണുത്ത കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. ഇന്നും കൂടി ഉള്ളൂ കേട്ടോ എൻ്റെ വെക്കേഷൻ ഇന്നും കൂടി കഴിഞ്ഞു. നാളെ മുതൽ ബാക്ക് ടു ഓഫീസിലേക്ക് വീണ്ടും പോയി തുടങ്ങണം. ഉണ്ണികളെ പഴയതുപോലെ കാലത്ത് ഡേ കെയറിൽ കൊണ്ടുവന്നാക്കണം. അങ്ങനെയൊക്കെ പോണു. അപ്പോൾ കാലത്ത് തന്നെ നല്ലൊരു ചായ വെച്ച് നമ്മൾ തുടങ്ങിയിട്ടോ. കാലത്ത് ചേട്ടൻ നേരത്തെ തന്നെ പോയി. ചേട്ടനപ്പോൾ ഇഡലിയും സാമ്പാറും ചേട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പ്രിപ്പയർ ചെയ്ത് ചേട്ടൻ ഒരു 6 മണി 6:15 പോയി. ശേഷം ഞാനും ഉണ്ണികളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഉണ്ണികൾക്ക് ഇഡലിയും സാമ്പാറും നേന്ത്രപ്പഴവും പിന്നെ നല്ലൊരു പാല് ബൂസ്റ്റ് ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ണികളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാനും ഉണ്ണികളുടെ കൂടെ തന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു. 2 ഇഡലിയും സാമ്പാറാണ് കേട്ടോ. കുറച്ച് കൂടുതൽ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുള്ള സാമ്പാറാണ് ഞാൻ എടുത്തത്. പിന്നെ നല്ല ഒരു ഏലക്കായ ഇട്ടൊരു പാൽ ചായയാണ് കേട്ടോ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറേ അധികം പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. കാലത്ത് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയും കഴുകാൻ വേണ്ടി പോയി. പാത്രങ്ങളൊന്നും കഴുകി അടുക്കളൊന്നും ക്ലീൻ ആക്കി വെച്ചാൽ തന്നെ നമുക്ക് പകുതി ആശ്വാസമായിട്ടോ. പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ എളുപ്പമായി പോകും. അടുക്കള ഇങ്ങനെ ക്ലീൻ ആവാതെ ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസമേ പോയി. അപ്പോൾ വേഗം പാത്രങ്ങൾ കഴുകി അടുക്കളയ്ക്കും ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ഉണ്ണികളുടെ ഭക്ഷണം കഴിക്കൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവർ രണ്ടാളും TV കണ്ടിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിരുന്ന് കഴിക്കുകയാണ്. ഞാൻ വിചാരിച്ചു വെക്കേഷനൊക്കെയല്ലേ, കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് കഴിക്കട്ടെ. നാളെ ആകുമ്പോൾ ഞാനും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ വരുത്തന്നോ ചോദിച്ചപ്പോൾ വേണ്ടാമോ, ഞങ്ങൾ TV കണ്ടിട്ട് ഒറ്റയ്ക്ക് കഴിച്ചോളാം എന്ന് പറഞ്ഞു. ശരി, അവരങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. നാളെ മുതൽ ഓഫീസിലേക്ക് പോകണോണ്ട് തന്നെ അതിൻ്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ടോ. കുറച്ച് ദിവസമായാലും പോയിട്ട് അപ്പോൾ എൻ്റെ ചെറിയൊരു ടെൻഷനും കാര്യങ്ങളുണ്ട്. പിന്നെ വീടും നല്ലപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ആഴ്ചയ്ക്കല്ല നോക്കണ്ട. അതുകൊണ്ട് ചുമരും അടുക്കളയിൽ കിച്ചൻ്റെ അവിടേക്കും നല്ലപോലെ ഞാൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ബാൽക്കണിക്ക് പോയിട്ട് ഡ്രസ്സ് വാഷ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ നല്ല വൃത്തികേടായിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല മഴയ്ക്കും കഴിഞ്ഞപ്പോഴേ അവിടെ വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കുമായിരുന്നു. നമ്മളുടെ അതിൽ കൂടെ വെള്ളം പോകുന്നില്ല, ആ ഇതിൽ കൂടെ കേട്ടോ, ഹോളിൽ കൂടെ. അപ്പോൾ ഇങ്ങനെ വെള്ളയ്ക്ക് നിന്ന് പൊടിക്കടിച്ച് ആകെ വൃത്തികേടായിട്ട് ബാൽക്കണി നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ബാൽക്കണി ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് ശേഷം വാഷ് ചെയ്ത തുണി പുറത്ത് കൊണ്ടിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടോ, മഴ പെയ്തിട്ട് ആ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് വെള്ളമാണ് കേട്ടോ. ഞാൻ വേഗം അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ബാൽക്കണി വൃത്തിയാക്കാൻ പോവാണ് കേട്ടോ. അല്ലെങ്കിൽ നടക്കില്ല. ഇനിയിപ്പോൾ ഓഫീസിലേക്കും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ച പറ്റുള്ളൂ. അപ്പം ഞാൻ പിന്നെ എന്തായാലും 2 കൽപ്പിച്ച് ബാൽക്കണി വൃത്തിയാക്കാൻ പോവാണ്. നിറച്ച് പൊടിയാണ് കേട്ടോ. പിന്നെ അതിൽ കൂടെ നോക്കിയപ്പോൾ വെള്ളം പോകണില്ലല്ലോ. അപ്പോൾ വെള്ളം പോകാത്ത കൊണ്ട് ഞാൻ കുറേ കുത്തി നോക്കിയിട്ട് ചൂലിൻ്റെ ബാക്ക് കൊണ്ട് അതിലേക്ക് വല്ല വഴുക്കാൻ വല്ലതും തടഞ്ഞിരുന്നിട്ടാണോ പോവാത്തത്. അപ്പോൾ അത് നോക്കിയപ്പോൾ അങ്ങനെ ഒന്നല്ല കേട്ടോ. അപ്പോൾ പിന്നെ വേറെ വഴിയില്ല, വേഗം ഒരു തുണി എടുത്തിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒപ്പി അങ്ങനെ കളയാൻ തന്നെ വിചാരിച്ചിട്ട് വെള്ളം, അല്ലാതെ തന്നെ അത് ഒഴുകി പോകില്ല. പിന്നെ വെയിൽ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നടക്കലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ തുണി എടുത്തിട്ട് എല്ലായിടത്തും നല്ലപോലെ ക്ലീൻ ആക്കി കേട്ടോ. പിന്നെ വേഗം പോയിട്ട് ഡ്രസ്സ് ഉണങ്ങാനുള്ളത് അലക്കി ഡ്രസ്സുകളൊക്കെയും കൊണ്ട് പുറത്തിട്ട് നല്ലൊരു കാറ്റും ഉണ്ട്, ചെറിയൊരു വെയിലും ഉണ്ട്. അപ്പോൾ വേഗം ഉണക്കി കിട്ടും. അപ്പോൾ ഞാൻ ചവിട്ടികളൊക്കെ എടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ അലക്കാൻ ഇട്ടു കേട്ടോ. പിന്നെ ഇതേ നോക്കിയാൽ നമ്മുടെ ആ സ്വീറ്റ് പൊട്ടാറ്റോ ഇല്ലേ, മധുരക്കിഴങ്ങിൻ്റെ ആ ചെടിയാണ് കേട്ടോ. എന്ത് വലുതായി നോക്കിയാൽ. വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല രസത്തിൽ വളർന്നു കേട്ടോ. വെള്ളയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കും. പുറത്തായിരുന്നു ഇത്ര ദിവസം വെച്ചിരുന്നത്. ഇപ്പം ഞാൻ മഴയ്ക്കും കൂടിയപ്പോൾ ഞാൻ അകത്തേക്ക് എടുത്ത് വെച്ചു. നല്ല ഇലകളായിട്ടുണ്ട്. എന്ത് ഭംഗിയ കാണല്ലേ ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും നല്ല ചെടി. ഞാൻ പൂജാമുറിയുടെ സൈഡിൽ വെച്ചുട്ടാ. പിന്നെ നോക്കിയപ്പോൾ എൻ്റെ കുറച്ചധികം തുണികൾ മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഓരോരുത്തരുടെ ഡ്രസ്സുകളേക്കും മടക്കി അവരവരുടെ കബോർഡിൽ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ലീവുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വീട്ടിലത്തെ ക്ലീനിങ്ങും കുക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഒന്നും അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്താണ്, ഇത് പെട്ടെന്നാണല്ലേ ഡിസംബർ കഴിയാറായി. എൻ്റെ ഈശ്വര, അതിനൊരു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസംബർ കഴിഞ്ഞു, ഒരു ഇയർ കഴിഞ്ഞു. 2025 എന്ന് പറഞ്ഞൊരു ഇയർ കഴിഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വർഷങ്ങളായിരുന്നു കേട്ടോ. 2024 പിന്നെ 2025 ഈ 2 വർഷങ്ങൾ. അപ്പോൾ നമുക്ക് ഈ സമയം അല്ലെങ്കിൽ ഈ വർഷം ചില ആൾക്കാർക്ക് മോശ സമയമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് ഈ മോശം സമയത്ത്. നിങ്ങൾക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോശം സമയം ദൈവം തന്നത്. ദൈവത്തിന് എല്ലാതും അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തന്നതെന്ന് മാത്രം വിചാരിക്കാൻ മതി. അപ്പോൾ ഇനിയുള്ള വർഷം എങ്ങനെയാണെന്ന് അറിയില്ല, അതിക്കും ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ. എന്തായാലും നല്ലൊരു വർഷം ആവട്ടെ അടുത്ത വർഷം എന്ന് വിചാരിക്കുന്നു. ദൈവം സഹായിച്ച് എല്ലാതും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടാവും. എന്തായാലും 2024ലും 2025ലും നമ്മൾ ചെറിയ കുഞ്ഞു ആഗ്രഹങ്ങൾ വിചാരിച്ചതിക്കും ദൈവത്തിൻ്റെ സഹായത്തോടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിക്കും ദൈവത്തിനോടും നമ്മുടെ കൂടെയുള്ള എല്ലാവരോടും നന്ദി പറയുന്നു.
അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.